ഇത് എൻ്റെ ക്ലാസ്മേറ്റാണ്, അനസ് എന്നാണ് പേര്. ഞാനിന്ന് അവനെ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അവൻ്റെ വീട് കാണാൻ വന്നപ്പോഴത്തേക്ക് കുറച്ച് നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാൻ പറ്റിയ കുറേ സീനുകളുണ്ട് ഈ വീട്ടിൽ. അപ്പോൾ അത് അവൻ തന്നെ പറയും. എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോ. ഇത് ഒരു ലോ കോസ്റ്റ് വീടാണ്. പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല. കോസ്ഫോർഡാണ് ഉണ്ടാക്കിയത്. 2013 ഉണ്ടാക്കിയതാണ്. അപ്പം വളരെയധികം ചിലവ് കുറച്ച് ഉണ്ടാക്കിയതാണ്. പറഞ്ഞാൽ ആർക്കും വിശ്വാസമില്ലാത്ത ഒരു കേസാണ്. ഇതിപ്പം ഇതിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വിമ്മിംഗ് പൂളാണ്. ഇപ്പം ഈ സ്വിമ്മിംഗ് പൂള് വളരെ തുച്ഛമായ പൈസയ്ക്ക്, അതായത് മിനിമം എമൗണ്ടിൽ, അതായത് നമ്മൾ ഇതിന്റെ നീളം എന്ന് പറയുന്നത് 5 മീറ്ററും വീതി എന്ന് പറയുന്നത് 4 മീറ്ററും താഴ്ച എന്ന് പറഞ്ഞാൽ 1.5 മീറ്ററുമായിട്ട് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതില് നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ മിനിമം ആയിട്ടുള്ള, അതായത് ക്ലോറിൻ ഇഞ്ചക്ഷനോ അങ്ങനെയൊന്നും ഉപയോഗിക്കാതെ UV ടെക്നോളജി ഉപയോഗിച്ച് അൾട്രാ വയലറ്റ് രശ്മികൾ ഉപയോഗിച്ച് ഉണ്ടാക്കിയ ഒരു സംവിധാനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെയധികം നമുക്ക് ചിലവ് വളരെയധികം കുറയ്ക്കാൻ പറ്റും. പൂളിന്റെ കേസിൽ തന്നെ ഒരുപാട് ചിലവ് കുറയ്ക്കാൻ പറ്റും. പിന്നെ ഈ ചവര് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മൾ ഈ ഹോളോ ബ്രിക്സ് ആണ്. ഹോളോ ബ്രിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും വാക്കമുള്ള ബ്രിക്സ് അല്ല. നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ ചുടുകല്ല് കെട്ടുമ്പോഴത്തേക്കും നമ്മൾ അതിനകത്ത് വാക്കം വെച്ച് പ്രത്യേകം ഗ്യാപ്പ് വെച്ച് കിട്ടുന്നതാണ്. അപ്പോൾ സാധാരണ ഇങ്ങനെയാണ് കിട്ടുന്നത്. അതിന് പോലെ ഇങ്ങനെ വെർട്ടിക്കലായിട്ട് വെച്ച് കിട്ടുന്നു. അതിനിടയിൽ ഗ്യാപ്പുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടക്ഷൻ കൊണ്ടുള്ള ഹീറ്റിൻ്റെ പുറത്തുനിന്നുള്ള ചൂട് അകത്തോട്ട് കയറില്ല. കാരണം ആ ഒരു വേക്കം ഉള്ളത് കൊണ്ട് വളരെ ഗ്യാപ്പായിരിക്കും. പിന്നെ ഇതിൻ്റെ റൂഫ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മുളയാണ്. മുളയും നമ്മുടെ സാധാരണ ഓട് പണ്ട് ഇപ്പോഴും ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. മാംഗ്ലൂർ പാറ്റേൺ ടൈൽസ് എന്ന് പറയുന്ന രീതിയിൽ പഴയ ഓടൊക്കെ ഉപയോഗിക്കുന്നില്ലേ അവിടെ. ഒരു ഓട് വീട് പൊളിച്ചെടുത്ത സ്ഥലത്ത് നിന്ന് ഉപയോഗിച്ച ഓട് അത് നമ്മളിവിടെ കൊണ്ടുവന്ന് കഴുകി എടുത്തിട്ടാണ് ഇതെല്ലാം ഈ റൂഫ് എല്ലാം ചെയ്തിരിക്കുന്നത്. കമ്പി വളരെ മിനിമമായിട്ടേ ഉപയോഗിച്ചിട്ടുണ്ട്. ശരിക്കും ഇത് പണ്ട് നമ്മൾ ലാറി ബെക്കർ അല്ലേ? അവർ തന്നെയാണ്. കോസ്ഫോർഡ് എന്ന് പറയുമ്പോൾ ലാറി ബെക്കറിന്റെ സ്ഥാപനം തന്നെയാണ്. അവരാണ് ഇപ്പൊ നമ്മുടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തമ്പാനൂർ നമ്മളെ തിരുവനന്തപുരത്തിന്റെ അഭിമാനമായിട്ടുള്ള കോഫി ഹൗസ് ഇപ്പോഴും നിലനിൽക്കുന്നതാണ്. അതിൽ ഞാനും വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അത് എനിക്കറിയാം. ഞാൻ പിന്നെ അളിയൻ പറട്ടെന്ന് വിചാരിച്ചിട്ട് നിന്നതാണ്. അതായത് ഇപ്പോഴും അവിടെ നിൽക്കുന്ന ആ കോഫി ഹൗസ് പ്രോജക്റ്റിൽ അളിയ ഉണ്ടായിരുന്നു. ടീമിലെ ഒരു പാട്ടായിരുന്നു. അത് മെയിനായിട്ട് സായിപ്പ് ഉണ്ടാക്കിയതാണ്, ലാറി ബക്കർ ഉണ്ടാക്കി. പക്ഷേ അതിലൊരു പാട്ട് മാത്രമേ. ഇതിപ്പം ശരിക്കും ഈ വെള്ളം എത്ര ദിവസത്തേക്ക് നമുക്ക് ക്ലിയർ ആയിട്ട്? 3 വർഷത്തേക്കാണ്. ഒരു പ്രാവശ്യം നമ്മളിത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ 3 വർഷത്തേക്ക് നമ്മളിത് റീപ്ലേസ് ചെയ്യേണ്ട കാര്യം. 3 വർഷം നമ്മൾ സെയിം വാട്ടർ തന്നെ ഉപയോഗിക്കുന്നത്. പക്ഷെ അത് നമ്മൾ എപ്പോഴും റീപ്ലേസ് ചെയ്ത് ഫിൽട്ടറേഷനും പിന്നെ UVയും കൊണ്ട് വർക്ക് ചെയ്യുന്നതാണ്. എന്നിട്ട് ക്ലോറിന്റെ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നമില്ല. നമ്മൾ ക്ലോറിൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളെ മുടി പൊഴിയും. പിന്നെ അത് കൂടാതെ ഈ നമ്മുടെ തൊലിക്കൊക്കെ ഇങ്ങനെ ഒരുമാതിരി ഇറിറ്റേഷൻ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ക്ലോറിൻ ഒഴിവാക്കിയുള്ള UV സിസ്റ്റമാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് ക്ലോറിന്റെ ഒരു ആവശ്യമില്ല. നീ ഇപ്പൊ ഇവിടെ വന്നിട്ട് നിനക്ക് സ്മെൽ എന്തെങ്കിലും എടുക്കും? ഒരു പ്രശ്നം. ഇത് ക്ലോസ്ഡ് സ്വിമ്മിംഗ് പൂളാണ്. സാധാരണ ഇത് പൂളെന്ന് വെച്ചാൽ ഓപ്പൺ ആയിരിക്കും. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ക്ലോറിൻ അതിനകത്ത് ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇവാപറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പൺ സ്പേസ് നമുക്ക് ആവശ്യമാണ്. പക്ഷേ ഇതിപ്പോ ക്ലോസ്ഡ് ആണ്. അപ്പൊ നമുക്ക് ഒരിക്കലും ക്ലോറിൻ ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. താമസിക്കുമ്പോഴത്തേക്ക് അല്ലേ? അതെ, ഭയങ്കര സ്മെല്ലായിരിക്കും. പിന്നെ ഇവിടുത്തെ ഇതെല്ലാം നശിച്ചു പോകും. ക്ലോറിൻ. പക്ഷെ ഇത് മുളയും ഓടും വെച്ചാണ് വാർത്തതെന്ന് പറയുമ്പോൾ ശരിക്കും ഒരു നില അല്ലല്ലോ, 2 നിലയല്ലേ? 2 നിലയാണ്. അതൊക്കെ ഇത് എന്ത് ധൈര്യത്തിലാണ് ഇത് ഇത്ര? ഇപ്പൊ ഇത് എത്ര വർഷമായി? ഇത് 2013 പണിതാണ്. 2010 തുടങ്ങി 2013 തീർന്നു. 2013. ഓ, അടിപൊളി തന്നെ കേട്ടോ. കാരണം നീ ഇത്രയും വലിയ പുലിയാണെന്ന് അറിഞ്ഞില്ല. ഞാൻ വെറുതെ നിന്നെ കാണാൻ വന്നപ്പോഴത്തേക്ക് ഇങ്ങനത്തെ ഒരു സംഭവമൊക്കെ ചെയ്തു വയ്ക്കുമെന്ന് പറഞ്ഞാലേ, ഇത് ശരിക്കും വീട്ടിൽ ഞാൻ സത്യം പറയാമല്ലോ, ഞാനങ്ങനെ വീട്ടിൻ്റെ ഉള്ളിൽ പൂളുള്ള വീടുകളൊന്നും ഞാനിതുവരെ കണ്ടിട്ടില്ല. കൊള്ളാനും പറയാമല്ലോ, നമ്മളൊരു സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ. പക്ഷെ നീ വീട്ടിൽ ഇത് 2013 ചെയ്തോളെന്ന് പറഞ്ഞാൽ സിനിമ ഉണ്ട്. അപ്പൊ അതൊക്കെ കണ്ടിട്ടാണ് ഈ ഒരു ടെക്നോളജി. കൊള്ളാം. ഇതിപ്പോ എത്ര അടി താഴ്ചയുണ്ട് ശരിക്കും? 1.5 മീറ്റർ താഴ്ച. പക്ഷെ ധൈര്യമായിട്ട് കുളിച്ചിട്ട് 1.5 മീറ്റർ വാട്ടർ ലെവലാണ്. ഈ വാട്ടർ ലെവൽ 1.5 മീറ്റർ. അതിൽ നിന്നും പിന്നെ ഒരു 30 സെന്റിമീറ്റർ ഇതുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 1.8 മീറ്റർ ആണ് ടോട്ടൽ ലെവൽ. പക്ഷെ 1.5 മീറ്റർ ക്ലിയർ വാട്ടർ ആണ്. അല്ല, ഇപ്പൊ നീ എവിടെയാണ് വർക്ക് ചെയ്യണത്? ഞാൻ സൗദിയിൽ. ഇതൊക്കെ വന്ന് നമ്മുടെ നാട്ടിൽ ഈ സാധനമൊക്കെ വന്ന് വെച്ച് ഒന്ന് പൊളിച്ചടുക്കി കൂടി.
ഞാൻ എൻ്റെ ഒരു താല്പര്യമുണ്ട്, ഞാൻ ഉടനെ തന്നെ അതിനോട് താല്പര്യം വരണം കേട്ടോ. കാരണം അറിയാമോ, നമ്മുടെ കഴിവ്, നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മുടെ നാട്ടിൽ കൂടെയൊക്കെ ഉള്ളവർ കൂടെ അറിയണ്ടേ. ശരിക്കും ഞാൻ വണ്ടടിച്ചു കേട്ടോ, ഈ മുളയും ഇതും വെച്ചിട്ട് വാർത്ത വീട് 2 നില മുകളിലോട്ടുള്ള റൂംസൊക്കെ കണ്ടപ്പോഴത്തേക്കും എനിക്കൊരു അതിശയമായിട്ട് തന്നെയാണ് തോന്നുന്നത്. നമുക്ക് അങ്ങോട്ട് മറ്റേ ഇതിൽ കിച്ചണിലോട്ടൊക്കെ പോകാം. ഈ കിച്ചൺ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഈ മോഡൽ കിച്ചണൊക്കെയാണ് ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ്. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ഇതെല്ലാം അലൂമിനിയം കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. തടിയല്ല, ഇതൊന്നും തടിയല്ല, ഇതെല്ലാം അലൂമിനിയം. അതിപ്പോഴും ഉണ്ട് കേട്ടോ, അതിപ്പോ ഇവിടെ നമുക്ക് ഉണ്ട്. പക്ഷെ ഇത് ചെയ്തിട്ട് എത്ര കാലമാവും? ഞാൻ 2013 ചെയ്തതാണ്. 2013 എന്ന് പറഞ്ഞാൽ അത് ചെയ്തെന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ചെറിയൊരു വെറൈറ്റി സാധനം തന്നെ. ഇതെന്ന് പറയുന്ന സാധനം വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മളെ സാധാരണ രീതിയിലുള്ള ഒരു പ്ലൈവുഡ് പോലത്തെ ഒരു വുഡ് പോലത്തെ ഒരു സാധനമാണ് ഇത് കണ്ടു കഴിഞ്ഞാൽ ടൈൽസ് ആയിട്ട് തോന്നുന്നു. ടൈൽസ് അല്ല, ശരിക്കും തട്ടുമ്പോൾ നല്ല ഒരു ഹോളോ ബ്രിക്സിന്റെ അതിന്റെ ഒരു ഫീൽ ഉണ്ട്. അത്ര പൂശിയിട്ടൊന്നുമില്ല. ഇതെല്ലാം പൊട്ടി കഴിഞ്ഞാൽ ഇതെല്ലാം പൂശാത്തതേ കാണാൻ പറ്റും. ചെലവ് കുറഞ്ഞ വീട്, അത് തന്നെയാണ് സങ്കല്പം. ഇതെന്ന് പറഞ്ഞാൽ വെറും മാറ്റ് ഒട്ടിച്ചിരിക്കുന്നതാണ്. കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര എലിഗൻ്റാണ്. ഇപ്പൊ നമ്മളിപ്പം ഈ ഡാൻസ് ഫ്ലോർ ഒക്കെ ഉണ്ടാക്കുന്നില്ലേ, അതേപോലെ സിസ്റ്റമാണ്. കാലിൽ എത്ര നേരം നിന്നാൽ നമുക്ക് തണുപ്പടിക്കും അല്ലെങ്കിൽ വേറെ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. അതൊന്ന്. പിന്നെ ഇതിനകത്ത് ഇപ്പൊ കിച്ചണിൽ നിന്ന് നമ്മൾ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും പിള്ളേരെ ആരെങ്കിലും കൂടുതൽ ചാടുന്നില്ല അറിയണമെങ്കിൽ അറിയാൻ വേണ്ടിയിട്ട് ഇട്ട ഒരു ഹോൾസാണ്. നമുക്ക് കാണാൻ പറ്റും വീട്ടിലെ കൊച്ചുകുട്ടികളെല്ലാം കൊണ്ട്. പക്ഷേ അത്യാവശ്യം ഹൈറ്റിൽ അത് പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും അല്ലേ. പിന്നെ വേറെ മുകളിലോട്ടുള്ള റൂമിലോട്ട് പോയാലോ? വാ മോട്ടർ കാണിക്കാം. ഈ വീടിൽ മോട്ടർ മോട്ടർ നമ്മൾ സ്വിമ്മിംഗ് പൂളിലെ മോട്ടർ കണക്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനത്തെ ഒരു സംഭവത്തിലോട്ടാണ് കേട്ടോ. ഇങ്ങനൊരു സംഭവത്തിലോട്ടാണ് ഇത്. ഇപ്പോൾ അകത്ത് ഇറങ്ങാൻ വയ്യ, ഒരു ചെറിയൊരു കോറ പോലെ ഇത് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് താഴെ പറയുമ്പോൾ ഫിൽറ്ററും കാര്യങ്ങളാണ്. വേണ്ട അതിൽ ലൈറ്റ് വരുന്നുണ്ട്, അൾട്രാ വൈഡ് ലൈറ്റ് വരുന്നുണ്ട്. അത് എങ്ങനെ അറിയുന്ന വെച്ചാൽ ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ ലൈറ്റ് കണ്ടോ? അതെ. അപ്പൊ ഇതിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. നമ്മൾ റിമോട്ട് കൺട്രോളിലൂടെ പ്രവർത്തിപ്പിക്കാമോ അതോ ഇത് ഓട്ടോമാറ്റിക് സ്വിച്ച് ഇട്ടാൽ മാത്രമേ പ്രവർത്തിക്കൂ? അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു സ്വിമ്മിംഗ് പൂളിന്റെ ഒരു സംഭവം നമ്മൾ ചെയ്തേക്കുന്നത് അല്ലേ. നമ്മളൊരു വർക്ക് ഏരിയ കൊള്ളാം. കാണുമ്പോൾ ഇപ്പോഴത്തെ കണക്ക് വെച്ച് നോക്കണമെങ്കിൽ ഭയങ്കര പൈസ ഫീൽ ചെയ്യും. പക്ഷേ നിസ്സാര സാധനങ്ങളാണ്. മുകളിലോട്ട് പോവാം. ഇവിടുത്തെ കാര്യം എന്ന് പറഞ്ഞേ. ഇത് ഹോം തിയേറ്റർ ആണ്. ഇതിന്റെ പണി കംപ്ലീറ്റ് ആയിട്ട് ഇതുവരെ ചെയ്തിരുന്നത് ഇന്റീരിയർ ചെയ്യാനുണ്ട്. ആക്ച്വലി ഇന്റീരിയർ ഡിസൈൻ പ്രകാരം ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു കർവ് വന്ന് താഴോട്ട് ഇത് കവർ ചെയ്ത് വരുന്ന ഒരു സെറ്റപ്പാണ്. അത് ഞാൻ ഈ പെർമനന്റ് ആയിട്ട് ഇവിടെ താമസിക്കുമ്പോൾ അത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ആൾറെഡി നമ്മൾ ഹോം തിയേറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സിസ്റ്റം ഒക്കെ ഹോംഗിയുടെ സിസ്റ്റമാണ്. ഇത് ഡോൾബി അറ്റ്മോസ് സിസ്റ്റമാണ്. ഡോൾബി അറ്റ്മോസ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഇവിടെ കിട്ടുന്ന ഹോം തിയേറ്റർ സിസ്റ്റം എന്നൊക്കെ പറഞ്ഞാൽ ഡോൾബി ഡിജിറ്റൽ ആണ്, 5.1 ആണ്. ഇത് 5.1.2 ആണ്. എന്ന് പറഞ്ഞാൽ ഇതിന്റെ സ്പീക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ 2 സ്പീക്കേഴ്സ് ഉണ്ട്. ഈ സ്പീക്കേഴ്സ് ചരിച്ച വെച്ചിരിക്കുന്നത്. ഇത് മേളിൽ തട്ടിയിട്ട് തിരിച്ച് ഇവിടെ വരും. ഇതില് 2 സ്പീക്കേഴ്സ് ഉണ്ട്. ഒരെണ്ണം നേരെ വരും, ഒരെണ്ണം മേളിലോട്ടുമാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഇരിക്കുമ്പോഴത്തേക്കും മേളിൽ നിന്നുള്ള ഒരു സ്പീക്കർ, ഉദാഹരണത്തിന് നമ്മളെ SL തിയേറ്ററിലേക്കുള്ള ഫീലിംഗ് ഉണ്ടാവും. ഇവിടെ കംപ്ലീറ്റ് വൈബ്രേഷൻ ആയിരിക്കും. നമ്മളിത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് വൈബ്രേഷൻ ആ ഒരു നമ്മളെ സിനിമ തിയേറ്ററിൽ കാണുന്ന ഒരേ ഫീലിംഗ്സ് ഉണ്ട്. ലാസ്റ്റ് ചെതറി പോകുന്ന ഒരു ഫീൽ ഉണ്ട്. അത് വരുമല്ലോ. ഡോൾബി അറ്റ്മോസ് എന്ന് പറയും. സാധാരണ രീതിയിൽ ഡോൾബി ഡിജിറ്റൽ എന്ന് പറയുന്നത് 180 ആണ് സൗണ്ട് വരുന്നത്. ഇതെന്ന് പറയുന്നത് 360 ആണ്. ഇങ്ങനെയും വരും, പൊളിച്ചു വരും. ഈ റൂമിനെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത്? ഇത് താഴത്തെ കാർ പോർച്ചിന്റെ മുകളിലുള്ള റൂമാണ്. ഈ റൂം നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 പില്ലറിലാണ് നിൽക്കണം. പില്ലർ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് കമ്പിയൊന്നുമില്ല, വെറും ബ്രിക്സ് വെച്ചിട്ട് നമ്മൾ വളരെ ഇതായിട്ട് ഫോഴ്സ്, അതായത് താഴോട്ട് കറക്റ്റ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് താഴെ പോയിരുന്ന രീതിയിൽ ഇത് വെച്ചിരിക്കുന്നത്. പിന്നെ അധികമായിട്ട് മറ്റേ അവിടെ ഒട്ടിച്ച ടൈൽസ് ബാക്കി വന്നതുകൊണ്ട് മാത്രം പില്ലറിന്റെ അവിടെ അത് ആ ടൈൽസ് ഒട്ടിച്ചിരുന്നു. പക്ഷെ ഒറിജിനലി പില്ലർ മാത്രമേ ഉള്ളൂ, അതിനകത്ത് കമ്പിയില്ല.
കമ്പിയില്ല, കോൺക്രീറ്റ് ഒന്നും. അതിന്റെ മേളിൽ നിൽക്കുന്ന റൂമാണ്. ഞാൻ ഈ ലാറി പിക്കറിൻ്റെ സംഭവം കണ്ട് പ്രതീക്ഷിച്ചിരിക്കുകയാണെന്ന് അറിയുമ്പോൾ നമ്മൾ പൂശാത്ത ഒരു ചുടുകല്ലിൻ്റെ ഒരു ഫീലുള്ള അത്തരം വീടുകൾ മാത്രമേ ഞാനും മറ്റുള്ളവരൊക്കെ അതൊക്കെ കണ്ടിരിക്കുന്നത് കേട്ടോ. പക്ഷെ ഇത്രയും ഇങ്ങനെ ഒരു വീട് ഈ 2000 സാധാരണയിൽ അവര് ഇൻസൈഡ് പൂശത്തില്ല, അവരൊരിക്കലും ഇൻസൈഡ് പൂശാതെയാണ് അവർ ഉണ്ടാകുന്നത്. പക്ഷെ ഇത് ഞാനായിട്ട് പൂശിയതാണ്. ഞാൻ തന്നെ അവരുടെ അടുത്ത് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്തു പൂശിയാണ്. അവര് സാധാരണയിൽ ഇൻസൈഡ് പൂശാറില്ല. ഓക്കെ ഓക്കെ. അപ്പോൾ അതാണ് ഈ റൂമിന്റെ വിശേഷം. ഈ പില്ലറ് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഓർമ്മ കാണുമായിരിക്കും. കാരണം മുകളിലത് നമ്മളൊരു ബെഡ്റൂം കണ്ടായിരുന്നു. ബെഡ്റൂം നിൽക്കുന്നത് ഈ 3 പില്ലറിലാണ്. ഈ 1, 2, 3 ഈ 3 പില്ലറിലാണ്. ഈ പില്ലറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കമ്പി, കോൺക്രീറ്റ് അങ്ങനെ ഒന്നും തന്നെ ഇല്ല. ഇതെന്ന് പറയുന്നത് വെറും ചുടുകല്ല് കൊണ്ട് മാത്രം സ്പെറിക്കലായിട്ട് കെട്ടി എടുത്തതാണ്. ചുടുകല്ല് കൊണ്ട് മാത്രം കെട്ടി. പിന്നെ അകത്ത് നിങ്ങൾ കണ്ട മറ്റേ കുറച്ച് സ്റ്റോണുകൾ ബാക്കിയുണ്ടായിരുന്നു സ്വിമ്മിംഗ് പൂളിന്റെ ചുവരെ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ സ്റ്റോൺ ബാക്കി വന്നപ്പോൾ അതെടുത്ത് കൂടെ ഒട്ടിച്ചെന്നേ ഉള്ളൂ. പക്ഷേ യഥാർത്ഥത്തിൽ വെറും ചുടുകല്ല് മാത്രമാണ്, വേറെ ഒരു കോൺക്രീറ്റോ വേറെ ഈ 3 പില്ലറിലാണ് നമ്മൾ മേലെ ചുടുകല്ല് നിൽക്കുന്നത്. പക്ഷെ സുരക്ഷിതത്വം ഉണ്ട് എന്നുള്ളതിന് തെളിവെന്ന് പറഞ്ഞാൽ 2013 ചെയ്ത വീടാണ്. അതല്ലാതെ റീസെന്റ് ചെയ്തെങ്കിൽ നമുക്ക് പറയാം ഇതിന് ബലമില്ല അത് എന്നൊക്കെ പറയാം. ഒന്നും ചെയ്തില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് കോസ്റ്റും കുറവാണ്, ദീർഘനാൾ ഈട് നിൽക്കുകയും ചെയ്യും എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഈ വീട്, ഇല്ലേ? ശരിക്കും നമുക്ക് ഇപ്പോൾ ഫ്രഷായിട്ട് പറയുകയാണെങ്കിൽ ആൾക്കാർ പോസ്റ്റ്ബോർഡിൻ്റെ ജൂനിയർ എഞ്ചിനീയേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മേൽനോട്ടം എൻ്റെ വകയായിരുന്നു. ഞാൻ സീനിയർ ആയതുകൊണ്ട് ഞാൻ തന്നെ ഗൾഫിൽ നിന്ന് പല പ്രാവശ്യം വരികയും വന്ന് പോവുകയും പിന്നെ അവിടെ നിന്ന് ഫോണിൽ കൂടെ ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയും പിന്നെ പൂളുണ്ടാകുന്ന സമയത്തായിരുന്നാലും കോൺക്രീറ്റ് നടക്കുന്ന സമയത്ത് ഞാനിവിടെ ഉണ്ടായിരുന്നു. ഞാൻ വന്ന് നോക്കി എല്ലാം കറക്റ്റ് ചെയ്യും. കാരണം ഇതിനകത്ത് പ്രത്യേകം റൂഫ് എന്ന് പറയുന്ന വലിയ കോംപ്ലിക്കേഷൻ. ഇത് കേരള വിൻഡോ ആണ് ഈ കാണുന്നത്. ഇത് കേരള വിൻഡോ അടിക്കാൻ തന്നെ വലിയ പാടാണ്. അത് കഴിഞ്ഞിട്ട് ഈ റൂഫ് എന്ന് പറയുന്ന 3 ലെവലിലാണ് നിൽക്കുന്നത്. അപ്പോൾ അത് ഒരുതപ്പെട്ട പണിക്കാർക്കൊന്നും കമ്പി അടിക്കാനോ തട്ടടിക്കാനോ ഇല്ല. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ടെക്നിക്കലായിട്ടുള്ള നമ്മുടെ ഒരു മേൽനോട്ടം ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റൂ. ഇല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് വന്ന് ജോയിൻ ചെയ്യില്ല. ഇതിവിടെ വന്ന് 2 ലെവലിൽ നിൽക്കും. അപ്പോൾ ഇത് പണി അറിയാതുള്ളവരെ കൊണ്ട് ഇത് ചെയ്യാനും പറ്റത്തുള്ളൂ. ഇപ്പം നാളെ ഇത് കണ്ടിട്ട് ഉടനെ കുറച്ച് പേര് പറയണം കുറച്ച് മുളയും ഓടും വെച്ച് ഞാൻ വീട് വാർത്തകളായെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും. അത് കറക്റ്റ് കാര്യങ്ങൾ അറിയണം. കണക്കും കാര്യങ്ങളുണ്ട്, ഇതെല്ലാം കാൽക്കുലേഷൻ ഉള്ളതാണ്. നമുക്ക് ഇപ്പം എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. ഞാൻ നാളെ ഇതേപോലെ ചെയ്തതായെന്ന് വെച്ചാൽ നടക്കൂല. നടക്കും, പക്ഷെ ഒടിഞ്ഞു വീഴും അല്ലേ? നമ്മൾ ഉത്തരവാദിത്തമല്ല. അല്ല, ഇതിപ്പോൾ ഇങ്ങനത്തെ ഒരു വീടേ നമ്മളിപ്പോൾ ഒരുപാട് വീടുകൾ പലരും വീഡിയോസുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതെല്ലാം തന്നെ കാശിൻ്റെ ഇതനുസരിച്ചിട്ട് കുറേ എക്സ്ട്രാ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചും അത് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വയ്ക്കും. സ്വർണ്ണം വേണമെങ്കിലും വെച്ച് പൂശിക്കാം. പക്ഷേ ഇത് എന്ന് പറയുന്നത് ഇതൊരു കലാവിരുതാണ്, മനസ്സിലായി. അതും ഈ 2013 ഇങ്ങനൊരു ഐഡിയ വർക്കൗട്ട് ചെയ്ത് വീട് ഈ കാലത്തും ഇതേ കണക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതിന് ആളിയ ഒരു നന്ദി. കണ്ടതിലും പരിചയപ്പെട്ടതിലും പരിചയപ്പെട്ടല്ല അടിക്കല്ല, അത് ഈ സാധാരണ പറഞ്ഞ കൂട്ടത്തിൽ വരുന്നതിനിടയ്ക്ക് അറിഞ്ഞുകൂടാത്ത ആൾക്കാരുടെ പറയും പോലെ വന്നു പോയതാണ്. നീ ക്ഷമി. അപ്പോൾ എന്തായാലും ഇത്രയും കാലത്തിന് ശേഷം നിൻ്റെ വീട് ഇന്നാണ് വന്ന് കാണാൻ പറ്റിയെന്നുള്ളതാണ്. ഞാൻ കണ്ടതോടൊപ്പം തന്നെ എനിക്ക് കൗതുകം തോന്നിയതുകൊണ്ട് തന്നെ മറ്റുള്ളവരും ഇത് കാണണം എന്നുള്ള ഒരു. പക്ഷേ ഇത് അനുകരിക്കരുത്. ടെക്നിക്കലായിട്ടുള്ള ഹൈലി ടെക്നിക്കുള്ള ആൾക്കാരെ വെച്ച് ഇത് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ വെച്ച് ചെയ്യാവുള്ളൂ. അല്ലാതെ ഞാനിത് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് അതേപോലെ ചെയ്യാനൊന്ന് ശ്രമിച്ച് പൊളിഞ്ഞ് വീഴരുത്. അതൊക്കെ മണ്ടത്തരമാണ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ആൾ ഇപ്പോഴും അത് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒന്ന് കോസ്ഫോണിനെ ശ്രമിക്കുക, അല്ലെങ്കിൽ നമ്മളെ ശങ്കർ സാറുണ്ട്, ഇങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം അല്ലെങ്കിൽ നിർമ്മിതി കേന്ദ്രം ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ സമയിച്ച് കഴിഞ്ഞാൽ അവർ ചെയ്ത് പറഞ്ഞു സാർ. പിന്നെ വളരെ നിയർ ഫ്യൂച്ചറിൽ തന്നെ ഞാനിപ്പോൾ സൗദി അറേബ്യയിൽ നിന്ന് നാട്ടിലോട്ട് ഇങ്ങനെ വരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇതൊക്കെ തന്നെയാണ് എൻ്റെ അന്നം. നമ്മൾ ഇതിനകത്തുണ്ട്. ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ കാര്യം വെച്ചാൽ നമ്മൾ സ്വയം നിർമ്മിച്ച ഒരു വീടിൻ്റെ മുമ്പിൽ നിന്ന് നമുക്ക് സധൈര്യം ഞങ്ങൾ ഇനി വേറെ ഉണ്ടാക്കി തരാമെന്ന് പറയാനുള്ള കൺകൂറ്റം ഉണ്ടാവണമെങ്കിൽ എക്സ്പീരിയൻസാണ്, അല്ലേ? അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഈ പറഞ്ഞ കണക്ക് ഇങ്ങനൊരു വീട് എല്ലാവർക്കും പരിചയപ്പെടുത്താൻ എന്നെ കൊണ്ട് സാധിച്ചതിൽ എൻ്റെ 1ാം ക്ലാസ് മുതൽ പഠിച്ച കൂട്ടുകാരൻ്റെ വീടാണ് അത്. ഇന്ന് അതെ 1ാം ക്ലാസ് മുതൽ ഒരുമിച്ചാണ്. നഴ്സറി വെച്ച് ഒരുമിച്ച് പഠിച്ചതാണ്. പക്ഷേ ഇത്രയും നാളിനുള്ളിൽ ഇപ്പോഴാണ് ഈ ഇതിനെക്കുറിച്ചൊരു ഇത് ചെയ്യാൻ പറ്റുക. അതിന് സമയമുണ്ട് ദാസ എന്ന് പറയും പോലെ. മറ്റൊരു വീടിൻ്റെ കാണുമെന്നൊന്നും ആരും പ്രതീക്ഷിക്കേണ്ട. ഈ വീഡിയോ ഇപ്പോൾ തൽക്കാലം കാണിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ശരി, നന്ദി, നമസ്കാരം.